തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബിജെപി സ്വന്തമാക്കിയ വിജയത്തിൽ പ്രശംസിച്ചു ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. തിരുവനന്തപുരത്തെ ജനങ്ങളുടെ വിശ്വാസത്തിനും പിന്തുണയ്ക്കും നന്ദിയെന്നും ബിജെപി പ്രവർത്തകർക്ക് അഭിനന്ദനങ്ങളെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദയും കേരളത്തിലെ രാഷ്ട്രീയ മാറ്റത്തെ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ എൻ.ഡി.എക്കൊപ്പം നിന്നതിന് കേരളത്തിലെ ജനങ്ങൾക്ക് ഹൃദയംഗമമായ നന്ദി. ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നതിന്റെ ശക്തമായ തെളിവാണ് പുറത്തുവന്ന ഫലം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസിത കേരളം എന്ന ദർശനത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്നും ജെ.പി. നദ്ദ എക്സിൽ കുറിച്ചു. തിരുവനന്തപുരം നഗരസഭ ബിജെപി പിടിച്ചതിന് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്നാണ് കോൺഗ്രസ് എം.പി. ശശി തരൂർ പ്രതികരിച്ചത്. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൻ.ഡി.എ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന് പിന്നാലെ അഭിനന്ദനക്കുറിപ്പുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്ത് വന്നിരുന്നു. തിരുവനന്തപുരത്തിന് നന്ദി എന്ന് എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ അദ്ദേഹം കുറിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബിജെപി എൻ.ഡി.എ സഖ്യം നേടിയ വിജയം കേരള രാഷ്ട്രീയത്തിലെ വഴിത്തിരിവാണെന്നും അദ്ദേഹം പറഞ്ഞു. യു.ഡി.എഫിനെയും എൽ.ഡി.എഫിനെയും കേരളം മടുത്തു എന്നും അദ്ദേഹം വിമർശിച്ചു. ഇന്നത്തെ ഫലം യാഥാർത്ഥ്യമാക്കാൻ വർഷങ്ങളായി അടിത്തട്ടിൽ പ്രവർത്തിച്ച കേരളത്തിലെ പ്രവർത്തകരുടെ ദിവസമാണെന്ന് നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം വായിക്കാം. നന്ദി തിരുവനന്തപുരം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ എൻ.ഡി.എക്ക് ലഭിച്ച ജനവിധി കേരള രാഷ്ട്രീയത്തിലെ ഒരു നിർണായക നിമിഷമാണ്. സംസ്ഥാനത്തിന്റെ വികസന അഭിലാഷങ്ങൾ നമ്മുടെ പാർട്ടിക്ക് മാത്രമേ നിറവേറ്റാൻ കഴിയൂ എന്ന് ജനങ്ങൾക്ക് ഉറപ്പുണ്ട്. നമ്മുടെ പാർട്ടി അതിനുവേണ്ടി പ്രവർത്തിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബിജെപി എൻ.ഡി.എ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്ത കേരളത്തിലുടനീളമുള്ള ജനങ്ങൾക്ക് എന്റെ നന്ദി. കേരളം യു.ഡി.എഫിനെയും എൽ.ഡി.എഫിനെയും മടുത്തു. എല്ലാവർക്കും അവസരങ്ങളുള്ള ഒരു വികസിത കേരളം കെട്ടിപ്പടുക്കുന്നതിനും നല്ല ഭരണം നൽകുന്നതിനും എൻ.ഡി.എ മാത്രമേ അവർ കാണുന്നുള്ളൂ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മികച്ച വിജയം നേടാൻ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച കഠിനാധ്വാനികളായ എല്ലാ ബിജെപി പ്രവർത്തകർക്കും നന്ദി. ഇന്നത്തെ ഫലം യാഥാർത്ഥ്യമാക്കാൻ വർഷങ്ങളായി അടിത്തട്ടിൽ പ്രവർത്തിച്ച കേരളത്തിലെ പ്രവർത്തകരുടെ ദിവസമാണിന്ന്. പാർട്ടി ചുമതല വഹിക്കുന്നവരും പ്രവർത്തകരുമാണ് നമ്മുടെ ശക്തി. അവരിൽ അഭിമാനിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള സെമി ഫൈനൽ പോരാട്ടമെന്നും ഡ്രസ് റിഹേഴ്സൽ എന്നും വിശേഷിപ്പിക്കാറുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളെ. ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ കാറ്റ് വലത്തേക്ക് ചായുന്നതാണ് കാണാനായത്. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ വ്യത്യാസമില്ലാതെ യു.ഡി.എഫ് തരംഗമാണ് കേരളത്തിൽ ആഞ്ഞടിച്ചത്. രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നുവെന്ന വിശേഷണമുള്ള ജില്ലാ പഞ്ചായത്തിൽ ഒപ്പത്തിനൊപ്പം എത്താനായത് മാത്രമാണ് CPM-ന് ആശ്വാസം നൽകുന്നത്. 500-നടുത്ത് ഗ്രാമപഞ്ചായത്തുകളിലും 80 ബ്ലോക്ക് പഞ്ചായത്തുകളിലും 54 മുനിസിപ്പാലിറ്റികളിലും 4 കോർപ്പറേഷനുകളിലും യു.ഡി.എഫ് മുന്നിലെത്തിയപ്പോൾ അപ്രതീക്ഷിത തിരിച്ചടിയാണ് ഇവിടങ്ങളിൽ എൽ.ഡി.എഫ് നേരിട്ടത്. സാധാരണഗതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടത്തേക്കാണ് പലപ്പോഴും ആനുകൂല്യങ്ങൾ ഉണ്ടാകുന്നത് എങ്കിലും ഇത്തവണ ശക്തി കേന്ദ്രങ്ങളിൽ പോലും ഇടതുമുന്നണി തിരിച്ചടി നേരിട്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മിന്നും ജയവുമായി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുക്കങ്ങൾ ഔദ്യോഗികമായി ആരംഭിക്കാം എന്ന CPM കണക്കുകൂട്ടലുകളാണ് പാളിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.